മാതാപിതാക്കളുടെ സ്വഭാവത്തെ അടിസ്ഥാനമാക്കിയാണ് മക്കളുടെ സ്വഭാവം ഇരിക്കുന്നത്. പാപ്പാൻ്റെയും ഉമ്മാൻ്റെയും സ്വഭാവം എന്താ വെച്ചാൽ അതന്നെയാണ് മക്കൾക്കും സ്വഭാവമായിട്ടുണ്ടാകുക. ഈ സ്വഭാവം സംരക്ഷിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അഭിമാനം സംരക്ഷിക്കുക എന്നത്. മനുഷ്യൻ്റെ അഭിമാനം വളരെ വിലപ്പെട്ടതാണ്. ഹജ്ജത്തുൽ വദാഇൻ്റെ അന്ന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസംഗത്തിലെ വളരെ പ്രധാനപ്പെട്ട കണ്ടൻ്റായിരുന്നു അഭിമാനത്തെക്കുറിച്ചുള്ള സംസാരം. ഇന്നത്തെ ഈ ദിവസം, ഇന്നത്തെ ഈ മാസം, ഇന്നത്തെ ഈ സ്ഥലം എത്ര പവിത്രമാണോ അതിനേക്കാൾ പവിത്രമാകുന്നു നിങ്ങളുടെ അഭിമാനമെന്ന് ഷഫീഉന ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൻ്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മക്കൾക്ക് വലിയ അഭിമാനബോധം പഠിപ്പിക്കണം. എന്താ അഭിമാനബോധം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോൾ കാദൽ ഫഖ്റു അൻ യകൂന കുഫ്റ എന്ന ഹദീസിലുണ്ട്, ദാരിദ്ര്യം ഒരു മനുഷ്യനെ കാഫിറാക്കിയേക്കും എന്ന്. എന്തുകൊണ്ടാണ് ദാരിദ്ര്യം കുഫ്രിയത്തിലേക്ക് കൊണ്ടുപോകണമെന്നറിയോ? ദാരിദ്ര്യമുണ്ടായാൽ അഭിമാനം നഷ്ടപ്പെടും എന്നതാണ് കാരണം. അതായത് ഫക്കീറായാൽ ഓൻ എല്ലാവരുടെ അടുത്തും പോയി കൈയാട്ടും, അഭിമാനം നഷ്ടപ്പെടും. അതേസമയത്ത് മിസ്കീൻ അഭിമാനിയായിരിക്കും. അതുകൊണ്ടാണ് അല്ലാഹുമ്മ അഹ്യിനി മിസ്കീൻ എന്ന് പറയുന്നത്. എന്നെ മിസ്കീനായി ജീവിപ്പിക്കണേ, എന്നെ മിസ്കീനായി മരിപ്പിക്കണേ. ദുനിയാവും കഴിഞ്ഞ് നാളെ ആഖിറത്തിലെത്തുമ്പോൾ എന്നെ മിസ്കീന്മാരുടെ കൂട്ടത്തിൽ ഒരുമിച്ച് കൂട്ടണേ എന്ന് അഷ്റഫുൽ വറ ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു. എന്നാൽ ഫക്കീർ അഭിമാനമില്ലാത്തവനായിരിക്കും. അതുകൊണ്ട് എല്ലാ മനുഷ്യനും പേടിക്കണം എന്നാണ് ഫഖ്ർ വരുന്നതിനെ, ദാരിദ്ര്യം വരുന്നതിനെ പേടിക്കണം. അടുത്ത സംരക്ഷണം മുതലിൻ്റെ സംരക്ഷണമാണ്. അതും കൂടിയും കൂട്ടത്തിൽ കൂട്ടി പറയാം. സമ്പത്തിൻ്റെ സംരക്ഷണം മക്കളെ പഠിപ്പിക്കണം. മുതൽ സംരക്ഷിക്കാൻ ആകെ ഒരു കാര്യം ചെയ്താൽ മതി, ഒറ്റ കാര്യം ചെയ്താൽ മതി, മുതൽ സംരക്ഷിക്കപ്പെടും. ദാനശീലം പഠിപ്പിച്ചാൽ മതി മുതൽ സംരക്ഷിക്കാൻ. ഏതെങ്കിലും മുസ്ലിമും മുഅ്മിനുമായ ഒരു മനുഷ്യൻ നല്ല നിലയിൽ സമ്പന്നനായി മാറുന്നുണ്ടോ, ഓനോ ഓൻ്റെ വാപ്പാൻ്റെ വാപ്പേ 7 തലമുറയിൽ ഒരാൾ ദാനശീലം ഉള്ള ആളായി കഴിഞ്ഞു പോയിട്ടുണ്ടാവുമെന്നാണ്. ഹബീബി നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ പറഞ്ഞത്. മൂസ നബിയും ഖിദർ നബിയും യാത്ര ചെയ്തു അലൈഹിസ്സലാം. യാത്ര ചെയ്തപ്പോൾ ഒരു മതിൽ നന്നാക്കി കൊടുത്തല്ലോ. 3 സംഭവം ഉണ്ടായി. കപ്പൽ പൊളിച്ചു, കുട്ടിയുടെ തല പിടിച്ച് വിരിച്ചു, പിന്നെ മതിൽ നേരാക്കി. മതിൽ നേരാക്കി കൊടുത്തപ്പോൾ മൂസ നബി ഖിദർ അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചു, എന്ത് പണിയപ്പോൾ ഈ കാട്ടിയത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു കൂലിയൊക്കെ നിശ്ചയിച്ചിട്ട് ചെയ്താൽ മതിയായിരുന്നില്ലേ, എന്നാൽ പൈസ ഇട്ടൂരായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, മൂസ നിങ്ങൾ വിചാരിച്ച മാതിരത്തെ മതിലല്ലത്. അവസാനമാണ് പറഞ്ഞു കൊടുക്കണതൊക്കെ. അങ്ങനെ അവസാനം രഹസ്യം പറഞ്ഞു കൊടുത്തപ്പോൾ പറഞ്ഞു, ഈ മതിൽ അങ്ങാടിയിൽ താമസിക്കുന്ന 2 യതീം കുട്ടികളുടെ മതിലാണ്. വക്കാന അബൂഹുമാ സാലിഹാ, ആ കുട്ടികളുടെ വാപ്പ ഒരു നല്ല മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞത് ഈ കുട്ടികളുടെ നേരെ വാപ്പാനെ കുറിച്ചല്ല എന്നാണ് തഫ്സീറുകൾ പറയുന്നത്. 7ാമത്തെ വല്ലിപ്പാനെ കുറിച്ചാണ് പറഞ്ഞത്. അദ്ദേഹം ദാനശീലമുള്ള ഒരാളായിരുന്നു. അതായത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് പോകാൻ വേണ്ടി വയലറിയാണ്. സ്വഹാബത്തെ യുദ്ധത്തിന് പോകണം, പൈസ ധാരാളമാണ്, എല്ലാവരും സംഭാവന തരികയായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു നീച്ചെന്നിട്ട് പറഞ്ഞു, 100 ഒട്ടകങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാൻ തരാറ്. നബി തങ്ങൾ 2ാമത് വയലു പറഞ്ഞു. 100 ഒട്ടകം എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ വലിയ സംഖ്യയാണ് കേട്ടോ. 100 ഒട്ടകവും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധം എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ വലിയ സംഖ്യയാണ്, അത് തരാമെന്നാണ് പറയണത്. നബി തങ്ങൾ പറഞ്ഞു, സഹാബ യുദ്ധത്തിന് പോകൽ അനിവാര്യമാണ്, യുദ്ധ ഫണ്ടിലേക്ക് ധാരാളം പണം ആവശ്യമാണ്, ഇനിയും എല്ലാവരും സംഭാവന തരണമെന്ന് പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു 2ാമത് നീച്ചിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, 100 ഒട്ടകങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാൻ വീണ്ടും തരാം നബിയേ. ഇതിങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, മൂപ്പര വാപ്പാക്കേ ഈ ഹൈവേൻ്റെ വക്കിൽ കുറച്ച് തോന സ്ഥലം ഉണ്ടാവും, അത് ഈ ഹൈവേ വികസനം വന്നപ്പോൾ റോഡിന് പോയിട്ട് കായിട്ടിട്ടുണ്ടാവുമെന്ന്. അല്ല, ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുഹാജിറാണ്. മക്കത്തുനിന്ന് 2 കയ്യും വീശിങ്ങാണ്ടേ മദീനത്തേക്ക് വന്ന ആളാ. ഈ കൊടുത്ത ആളെ ഈ 100 ഒട്ടകം കൊടുത്ത് 2 ഒട്ടകം കൊടുത്തില്ലേ, ഇനി ഇത് മാത്രമൊന്നുമല്ല കേട്ടോ,
യുദ്ധഫണ്ടിലേക്ക് വയലു പറഞ്ഞ നബി തങ്ങൾ പൈസക്ക് വേണ്ടിയിട്ട് എല്ലാവരും വീട്ടിൽ പോയി ചില്ലറ പൈസ കൊടുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു 7000 ദിർഹം കൊണ്ടുവന്നു. ഇന്ന് 7000 ദിർഹം ഒറ്റടിക്ക് കയ്യിലുള്ള ആളുണ്ടാവില്ല, കുറവേക്കാരം. ദിർഹം കയ്യിൽ വെച്ച ആൾക്കാർക്ക് അറിയാം 7000 ദിർഹം ഇന്ന് അധികം ആൾക്കാർക്ക് 7000 ദിർഹം ശമ്പളം പോലും ഉണ്ടാവില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു 7000 ദിർഹംസ് കൊണ്ടുവന്ന് വരെ പോയിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ചതല്ല, ഇപ്പം പോയിങ്ങാണ്ട് കണ്ടു പറഞ്ഞപ്പോൾ ചെന്നുകാണ്ട് എടുത്തുകാണ്ട് വരികയാണ്. നബി തങ്ങൾ ചോദിച്ചു ഇഞ്ഞി പേരയിൽ എന്താ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത്രയും കൂടി ഉണ്ട് പറഞ്ഞു. അതാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുഹാജിറാണ്, അൻസാരിയല്ല, മദീനക്കാരനല്ല. മക്കത്തുനിന്ന് ഊരമ്മ 2 കാലും വെച്ചിട്ടിട്ട് കയ്യും വീശിങ്ങാണ്ട് പോകുന്ന ആളാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. പിന്നെ എന്തേ മൂപ്പർക്ക് ഇങ്ങനെ കൊടുക്കാണ്ടായി? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വാപ്പ അഫ്ഫാൻ എന്ന് പറയുന്ന ആള് ദാനശീലമുള്ള ആളായിരുന്നു എന്നതാണ് മഹാനവറുകൾക്ക് പൈസ ഉണ്ടായതിന് കാരണം. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ല അയ്യോ നീ പറഞ്ഞത്. ഏതെങ്കിലും ഒരു മനുഷ്യൻ നല്ല നിലയിൽ ഹക്ക് ബാത്തിൽ പാലിച്ചുകൊണ്ട് മുതലാളിയാകുന്നുണ്ടെങ്കിൽ ഓനോ വാപ്പാൻ്റെ വാപ്പേ ഒരു മനുഷ്യൻ ദാനം ചെയ്താൽ അതിൻ്റെ 10 ഇരട്ടി തിരിച്ചു കിട്ടുന്നത് 7 തലമുറ പിന്നിടുന്നതിന് മുമ്പാണ്. നമ്മൾ 10 റുപ്യ ഒരാൾക്ക് കൊടുത്താൽ അത് 10 ഇരട്ടിയായി അള്ളാഹു തിരിച്ചു തരും. എപ്പോഴാണ് തരുന്നത്? അവൻ്റെ 7 തലമുറ പിന്നിടുന്നതിന് മുമ്പ് തിരിച്ചു കൊടുക്കും. ദുന്യാവ് തന്നെ കൊടുക്കും, ആഖിറത്തു നിന്നല്ല, ആഖിറത്തു നിന്ന് വേറെയും കൊടുക്കും. അതാണ്. അപ്പോൾ 7 തലമുറയുടെ സമ്പത്ത് സംരക്ഷിക്കാൻ ദാനശീലമുള്ള ഒരാളുണ്ടായാൽ മതിയാവും. എന്നെ സംഗതി. അതുകൊണ്ട് സമ്പത്ത് സംരക്ഷിക്കണമെങ്കിൽ ദാനശീലം പഠിപ്പിക്കണം. ഞമ്മക്ക് ആദ്യം വേണം മക്കളെ പഠിപ്പിക്കണം. ഉച്ചക്ക് ചോറ് കഴിച്ചിങ്ങാണ്ട് ഡൈനാളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വാതിലും ഒരാൾ വന്നുകൊണ്ട് ബെല്ലടിച്ചു. കർട്ട നീക്കിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ കാലുകൊണ്ട് ചെയ്യാത്ത ആളാണ്. 2 സമീപനം സ്വീകരിക്കാം. കാണാത്ത മാതിരി ഇങ്ങനെ ഇരിക്കാം. മനുഷ്യനിപ്പോൾ അല്ലെങ്കിൽ തന്നെ നയ പൈസ ഇല്ലാത്തടത്ത് ഓരോന്ന് ഏന്തി വലിഞ്ഞ് കാര്യം നിൽക്കണത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കാൻ പറ്റും? കായൊന്നുമില്ല. എന്നാലും വല്യമ്മക്ക് ഗുളിക വാങ്ങാൻ വേണ്ടി വെച്ച പൈസ ഉണ്ടായിരുന്നു. അതിനൊരു 5ൻ്റെ കൊട്ടനുറുപ്പ് എടുത്തിട്ട് മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ബാപ്പാൻ്റെ അടുത്ത് ഒന്നുമില്ല, എന്നാലും നമ്മളടുത്ത് നിന്ന് എന്തേലും കിട്ടുമെന്ന് കരുതിയിട്ട് വന്നതല്ല അയാൾ ഈ റമദാൻ മാസത്തിൽ. ബാപ്പാൻ്റെ കുട്ടി ഇതാണ് കൊണ്ടേ കൊടുത്തളാന്ന് പറഞ്ഞിട്ട് കൊടുത്തയച്ചാൽ ആ മകന് പഠിയുന്നതിനെയാണ് ദാനശീലം എന്ന് പറയുന്നത്. അതങ്ങോട്ട് പഠിപ്പിച്ചാൽ സമ്പത്ത് സംരക്ഷിക്കപ്പെടും. മുതൽ സംരക്ഷിക്കപ്പെടാൻ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ, ദാനശീലം പഠിപ്പിക്കുക. മാതാപിതാക്കൾ പഠിപ്പിക്കേണ്ടതാണ് ഇത്, ദാനശീലം. ഒരു നാടിൻ്റെ പുരോഗതി ആ നാട്ടിലുള്ള ദാനശീലമുള്ള ആളുകളാണ്. ഒരു കുടുംബത്തിൻ്റെ പുരോഗതി ആ കുടുംബത്തിൽ ദാനശീലമുള്ള ആളാണ്. അതുകൊണ്ട് സമ്പത്തിൻ്റെ സംരക്ഷണമാണ് 6ാമത്തെ സംരക്ഷണം. അതിങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്, ദാനശീലം പഠിപ്പിച്ചുകൊണ്ടാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ ആശയം, വാപ്പിമ്മയും മക്കളെ അള്ളാഹുവിൽ തവക്കുലാക്കണം. തവക്കുലിൻ്റെ വിജയമാണ് മക്കളിലെ വിജയം. നമ്മൾ നോക്കിയാലൊന്നും എത്തൂല. അതുകൊണ്ട് പഠിച്ചവനെ ഇജ്ജ് നോക്ക് എന്ന് പറയാൻ പറ്റണം. അള്ളാഹുവെ നിന്നെ ഞാൻ ഏൽപ്പിച്ചു, ഇജ്ജ് നോക്ക്, മനസ്സറിഞ്ഞ് ദ്വാരന്നിട്ട് അള്ളാഹുവിനെ ഏൽപ്പിക്കുക എന്നുള്ളതിനെ ഒന്നാമത്തെ